ഹായ് ഹലോ. ഇന്ന് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു വൈൻ ഉണ്ടാക്കാം. പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെയുള്ള വൈനാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു വൈൻ ഉണ്ടാക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് വൈനാണ്. 3 ദിവസം നമുക്കിത് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിക്കോളും. 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം, എന്നിട്ട് കഴിക്കാം. പക്ഷേ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ ഈ വൈൻ. അപ്പോൾ അത് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ. ഇതിൻ്റെ തൊലി ചെറുതായിട്ടേ കളയുന്നുള്ളൂ. തൊലി മൊത്തം കളയണ്ട. കുറച്ച് ആ മുള്ളെല്ലാം ഒന്ന് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി. ഇതിങ്ങനെ ശരിക്കും ഞാൻ കഴുകി ബ്രഷ് കൊണ്ട് കുറച്ച് കഴുകിയതാട്ടോ. കാരണം ഈ വിഷമൊക്കെ അടിക്കുന്നതുകൊണ്ട് പറയാനൊക്കത്തില്ല. വീട്ടിലാണെങ്കിലും വീട്ടിലെ ഞങ്ങളിങ്ങനെ കൊടുത്തേക്കുക, ഒരു പാട്ടത്തിന് കൊടുത്തേക്കുക. അപ്പൊ അവര് മരുന്നടിച്ചാൽ എന്തായാലും മരുന്നടിക്കും. ഇത് നമ്മൾ കുക്കറിൽ വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന്റെ കൂഞ്ഞൊന്നും കളയണ്ട, എല്ലാം കൂടി നമ്മൾ കുക്കറിൽ വെക്കുന്നു. ആക്കി ഇട്ടാൽ മതി, ചെറിയ പീസാക്കണം. ഒരു ടീസ്പൂൺ ചായപ്പൊടിയും കൂടെ ഇട്ട് അത് തിളപ്പിച്ച് അതും ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്. ഒരു കളറും വരും, ഒരു ടേസ്റ്റും വരും. അപ്പം നന്നായിട്ട് തിളച്ചിട്ട് ഇത് അരിച്ച് ഇതിൻ്റെ കൂടെ ഒഴിക്കണം. മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരിക്കും തോറും ഇതിൻ്റെ മധുരം ഒട്ടും കുറയും. പിന്നെ മധുരം വേണ്ടവർക്കാണ് ഇത്രയും, മധുരം ഇത്രയും വേണ്ടാത്തവർക്ക് ഇത്രയും ഇടണ്ട. ഞാനിപ്പോൾ 3 കപ്പാണ് ഇടുന്നത്. മൂന്ന് കഷ്ണം പട്ട, ചെറിയ കഷ്ണമാണ് പട്ട. പിന്നെ ഏലക്ക, ഗ്രാമ്പു ഒരു 5-8 എണ്ണം ഉണ്ട്. 3.5 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം. കാൽ കപ്പ് ചായ തിളപ്പിച്ച ചായയുടെ വെള്ളവും, കട്ടൻ ചായ. ഇനി ഇതൊരു 3 വിസിൽ വരുന്നവരെ വേവിക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചൂടാറിയിട്ട് പിന്നെ നമ്മൾ ഇളക്കണം. അതുവരെ അടച്ചു വെക്കട്ടെ. ഓക്കേ, 3 വിസിൽ വന്ന് നമ്മളത് ഇനി അത് അതിൻ്റെ ആവി പോയിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണാമേ. നമുക്ക് തുറന്ന് നോക്കാമേ. ഇത് ചൂടാറിയിട്ട് വേണം. നാളെ ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് ചെയ്യുന്നത്. ഇനി രാവിലത്തേക്ക് ഇത് ചൂടാവും. ഇത് രാത്രി 9:15 രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നോക്കാം. ഇതെല്ലാം ഞാൻ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. തണുത്തിട്ട് വേണം നമുക്കിത് ബാക്കിയത്തെ ചേരുവയൊക്കെ ചേർക്കാൻ. നല്ല മണമാണ് വരുന്നത്, അടിപൊളി മണം, ഒരു വെറൈറ്റി മണം. പൈനാപ്പിളിൻ്റെയും പിന്നെ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ കൂടി നല്ല മണം. പിന്നെ ഇത് അടച്ചു വയ്ക്കാം, നാളത്തേക്ക് നമുക്ക് നോക്കാം. ഇന്നലെ വൈകിട്ട്
നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 7:30 ആവുന്നു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ തണുത്തു, എല്ലാം നല്ല ഇതിലിരിക്കുന്നു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒട്ടും വെള്ളമില്ലാത്ത തവി കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും വെള്ളം വരരുത്. വെള്ളം വന്നു കഴിഞ്ഞാൽ പൂത്തും പോവും, പുളിച്ചും പോകും ഈ വൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം പാടില്ല. ഇനി ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ്, 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇടണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി നാളെ ഇതേ സമയത്ത് ഇളക്കണം. അങ്ങനെ 3 ദിവസം ഇളക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അന്നേരം എല്ലാം ഈ തവി നമ്മൾ എപ്പോഴും വെള്ളമില്ലാതെ സൂക്ഷിക്കണം. ഒട്ടും വെള്ളം പാടില്ല ചെയ്യണം. നമ്മൾ 1-ാം ദിവസം ഇളക്കുന്നേ. ഇനി 2 ദിവസം കൂടെ ഇളക്കണം. നല്ല ഈസ്റ്റ് ഇട്ടതുകൊണ്ട് നന്നായിട്ട് അത് കറക്റ്റായി, ഫെർമെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം കൊണ്ട് ഇളക്കി കറക്റ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കാം. വൈൻ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇന്ന് 2-ാം ദിവസമാണ്. അപ്പോൾ 2-ാം ദിവസം നമുക്കിനി ഇളക്കാം. എന്നും ആ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ ഇളക്കേണ്ടത്. നല്ല കറക്റ്റായി കിടക്കുന്നുണ്ട്. ഇനി നാളെയും കൂടെ ഇളക്കണം. വീണ്ടും നമുക്ക് നാളെ കഴിഞ്ഞ് ഊറ്റിയെടുക്കാം. നമ്മുടെ വൈൻ 3-ാം ദിവസം തുറക്കുകയാണ്. 3-ാം ദിവസം നല്ല ഇതായി പാകമായി. ഇനി അരിച്ച് നമുക്ക് എടുക്കാം. തവിയെല്ലാം നല്ല ചൂട്, ശരിക്കും ചൂടാക്കിയ തവിയാട്ടോ. ഒട്ടും വെള്ളം പാടില്ല. ഇനി ശരിക്കും ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം പാടില്ല. പൂത്തു പോവും, പിന്നെ പുളിച്ചു പോവും. പിന്നെ പാത്രം ഇതെല്ലാം ഞാൻ രാവിലെ തലേ ദിവസമേ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചതാണ്. പിന്നെ ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ അടുപ്പയിൽ വെച്ചൊന്ന് ചൂടാക്കി, ഒട്ടും വെള്ളമയം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു തോർത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അരിപ്പേ വച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു തോർത്തിനകത്തേക്കാണ് ഒഴിക്കേണ്ടത്. നല്ല മണമുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് ഇതിനകത്ത് അരിപ്പയിൽ അരിച്ച് തോർത്ത് കൊണ്ടും കൂടെ അരിച്ച് വെച്ചു. ഇനി ഇത് ഊറാൻ വയ്ക്കണം. ഒരു ദിവസം ഫുള്ള് ഊറിയിട്ട് ആ മട്ടെല്ലാം ഇനി ഒന്നുകൂടെ മാറണം. എന്നിട്ട് നമുക്ക് തെളിയായിട്ട് കിട്ടും. നല്ല ഗോൾഡൻ കളറായിരിക്കും. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു യെല്ലോ കളർ നന്നായിട്ട്. അപ്പോൾ അന്നേരം നമുക്ക് ഒന്നുകൂടെ ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ഒന്നുകൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കണ്ടീഷൻ. ഇത്രയും കിട്ടി. വൈനെല്ലാം ഊറി ശരിക്കും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് പാത്രത്തിലാക്കി വയ്ക്കാമേ. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ.
കുടിച്ചു നോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല സൂപ്പറാണ്, നല്ല മധുരമാണ്. മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈനിൻ്റെ മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയൊന്നുമില്ല, നല്ലൊരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൈൻ്റെ അതേ ടേസ്റ്റ് തന്നെ, നല്ല കറക്റ്റായിട്ട്. കാരണം 3 ദിവസമായിട്ടെങ്കിലും ഒത്തിരി 21 ദിവസം വയ്ക്കുന്ന അതേ എഫക്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇരിക്കും തോറും കുറച്ചുകൂടി വീര്യം കൂടി വരും. നല്ല വൈനാണ് ഇതിപ്പോൾ. ക്രിസ്മസിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ, കാരണം അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന 3 ദിവസം മതി, ഒത്തിരി ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസിന് പ്ലം കേക്കിൻ്റെ കൂടെ കഴിക്കാം. ഒത്തിരി കഴിക്കുന്നില്ല, കിക്ക് പിടിച്ച് പോയാലോ. കിക്കില്ല, എന്നാലും ഈ പ്രാവശ്യം ക്രിസ്മസിന് പൈനാപ്പിൾ വൈനാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ മുന്തിരി വൈൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് ക്രിസ്മസിനെ ആഘോഷിക്കാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാം, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും കഴിക്കാം. സൂപ്പർ വൈനാണേ.